നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ആവശ്യമായ സാധനങ്ങൾ: ബസ്മതി റൈസ് 1/2 കിലോ, ചിക്കൻ 1/2 കിലോ, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. അര കിലോ ചിക്കൻ, ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ് നേരത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ 2 മുട്ട, സോയാ സോസ്, ഗ്രീൻ ചില്ലി സോസ്, വിനെഗർ, എണ്ണ. നമ്മൾ ആദ്യം ഉരുളിയിലേക്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. അതിലേക്ക് 20 മിനിറ്റ് നേരം നനച്ച് കുതിർത്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് ഒരു 80% വേവിച്ച് ഊറ്റി തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കുന്നു. നന്നായി തണുത്തതിന് ശേഷം അടുത്ത പണി തുടങ്ങാം. ഇനി തണുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കണം. അതിനായിട്ട് ഉരുളിയിൽ അല്പം എണ്ണ ഒഴിക്കുന്നു. 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മളിടുന്നു. അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് നമുക്ക് എണ്ണ വളരെ കുറച്ച് ആവശ്യം വരുള്ളൂ. ആ ചിക്കനിലെ കൊഴുപ്പ് മുഴുവനും അതിലേക്ക് ഒഴുകി വരും. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ മാറ്റി അതേ ഉരുളിയിലേക്ക് തന്നെ നമ്മൾ അല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് സവാള, വെളുത്തുള്ളി, മറ്റ് പച്ചക്കറികൾ നമ്മളിപ്പോൾ കാബേജും ക്യാരറ്റ്, ക്യാപ്സിക്കം 3 നിറത്തിലുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരു 75% വേവുന്ന രീതിയിൽ വറുക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് പച്ചപ്പട്ടാണി, ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ ഇത് ലഭ്യമാണെങ്കിൽ അതുകൂടി ചേർക്കാം. ചോറ് നമ്മൾ 80% മാത്രമേ വേവിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ പച്ചക്കറിയും മുഴുവനായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് 80% വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ ഇടണം. അതിനൊപ്പം കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് വഴറ്റണം. ചിക്കൻ ഇടുന്നു. ഒന്ന് വഴറ്റി സോസ് ഇപ്പോൾ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. അതല്ലെങ്കിൽ റൈസിനൊപ്പം നമുക്ക് ചേർക്കാം. ഇത് നമ്മൾ 2 മുട്ട എടുത്ത് വെച്ചിരുന്നു. അത് വേറൊരു അടുപ്പിൽ ഒരു തവ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിക്കുക. അത് ചൂടാക്കി മുട്ട ഒഴിച്ച് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അല്പം. അത് നമ്മൾ ചിക്കനോടൊപ്പം ചേർക്കുന്നു. ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ റൈസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് കൊട്ടുന്നു. പൊട്ടാത്ത രീതിയിൽ നമ്മൾ അത് മറിച്ചിടണം. വളരെ സാവകാശം മറിച്ചിട്ട് അതിലേക്ക് സോസുകൾ ഒഴിക്കാം. സോയാ സോസും ചില്ലി സോസും വിനെഗർ 3 ഒഴിക്കാം. ഒരു സ്പൂൺ വിനെഗർ ഒഴിച്ചു. ഇളക്കാം. 1 സ്പൂൺ സോയാ സോസ് ഒഴിക്കാം.
1 സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഒഴിക്കാം. മല്ലിയിലയിടാം. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി.